ഖുർആനിൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില അത്ഭുതങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു ഖലഖഹു മിൻ തുറാബ്, അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു മിൻ ത്വീൻ, ചെളിയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്. മണ്ണും വെള്ളവും ചേരുമ്പോഴാണ് ത്വീൻ എന്നാവുക. പിന്നെ പറഞ്ഞു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു പടച്ചു. സ്പേമിൽ നിന്ന്, ബീജത്തിൽ നിന്ന് പടച്ചു. അള്ളാഹു ചെയ്ത വലിയൊരു അത്ഭുതമാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഏത് യുക്തിവാദിയും അവന് യുക്തി ഉണ്ടെങ്കിലാണ് യുക്തിവാദി എന്ന് വിളിക്കേണ്ടതുള്ളൂ കേട്ടോ. പലതും അവർ പറയുന്നത് യുക്തിരാഹിത്യമാണ്. ഒരു കോശത്തിൽ നിന്ന്, ഒരു കോശം എന്ന് പറഞ്ഞ നമ്മുടെ ബീജത്തിന്റെ ഒരു കോശം, അത് കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയില്ല, അത്രയും ചെറുത്. അതാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ അണ്ഡവുമായി കൂടിച്ചേർന്ന് ഒരു ശിശുവായി മാറുന്നത്. ഒരു കോശം. അതിൽ നിന്ന് ഹാർട്ട് ഉണ്ടാവണം, അതിൽ നിന്ന് ലിവർ ഉണ്ടാവണം, അതിൽ നിന്ന് ബ്രെയിൻ വേണം, അതിൽ നിന്ന് കൈകാലുകൾ വേണം. ഇത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. മൂക്കുണ്ടാവണം, കണ്ണ് വേണം, നാക്ക് വേണം, ആമാശയം